പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശ്രോതാക്കളായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവവചനം ചിന്തയ്ക്കായി ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല സുദിനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നും നാം വചനത്തിൽ നിന്നും വായിക്കുവാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 42-ാമത്തെ വചനം വായിക്കുന്നു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന പ്രസ്താവന യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ഏകദേശം 4 വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലെ 4 വ്യത്യസ്തരായ വ്യക്തികളോട് വ്യത്യസ്തമായ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു, 12 വർഷമായി രക്തസ്രാവം എന്ന രോഗത്താൽ പിടിക്കപ്പെട്ട മരണത്തെ മാത്രം മുഖാമുഖമായി കണ്ടുകൊണ്ട് ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന ആ സഹോദരിയോട് കർത്താവിനെ തൊട്ടപ്പോൾ തന്നിൽ വ്യാപരിച്ച ആ സൗഖ്യം യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ വഴിയരികിലിരിക്കുന്ന ഒരു കുരുടനോടാണ് കർത്താവ് ഈ വാക്കിവിടെ പറയുന്നത്. കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന, വിശ്വാസത്താൽ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്ന ഏതൊരു വ്യക്തിക്കും ഇന്നും ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി അത് മഹത്വത്തോടെ വെളിപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് അറിയിച്ചതുപോലെ ഏകദേശം 4 ഇടങ്ങളിലാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത്. യെരിഹോ എന്ന പട്ടണത്തിൽ ആ വഴി സൈഡിലിരിക്കുന്ന വ്യക്തിയായ മനുഷ്യനോടാണ് ദൈവം സംവാദിക്കുന്നത്. യെരിഹോയെക്കുറിച്ച് മുഖവരായി പറയുന്നുവെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ ചരിത്രപ്രസിദ്ധമായ ഒരിടമാണ് യെരിഹോ, അഥവാ ഇംഗ്ലീഷിൽ ജെരിഹോ എന്ന് പറയുന്നത്. ഈ പട്ടണം വളരെ പുരാതനമായൊരു പട്ടണം എന്ന് മാത്രമല്ല, നിരവധി ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുള്ള ഒരു പട്ടണം കൂടെയാണ് ജെരിഹോ എന്ന പട്ടണം. പ്രത്യേകിച്ച് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പട്ടണക്കാർ അതിപ്രഗത്ഭരും അതിശക്തരുമായിരുന്നു എന്നുള്ളതിന് തെളിവായി ആ ജെരിഹോ എന്ന പട്ടണത്തിന് ചുറ്റും ഏകദേശം 30 അടി ഉയരവും 26 അടി വീതിയുമുള്ള വാച്ച് ടവർ പോലുള്ള ഗോപുരങ്ങൾ പണിയപ്പെട്ട ഒരു വലിയ മതിൽ ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു ഈ ജെരിഹോ എന്ന പട്ടണം. ആ പട്ടണത്തിൽ ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുള്ളത് ചരിത്രം നമ്മെ രേഖപ്പെടുത്തുകയാണ്. ഇന്നും യെരുശലേമിന് അടുക്കലായി യോർദാൻ നദിയുടെ വടക്ക് ഭാഗവുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഈ യെരിഹോ എന്ന ഈ സ്ഥലം യെരുശലേമിൻ്റെ കവാടം എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഈ യെരിഹോവിൻ്റെ പട്ടണത്തിലൂടെ വഴിയരികിലൂടെ യേശു യാത്ര ചെയ്യുന്നൊരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണാനായി കഴിയുന്നത്. ഒരു ദിവസമായപ്പോൾ വലിയൊരു പുരുഷാരത്തിൻ്റെ ആരവം കേൾക്കുന്നുണ്ട്.
എന്താണ് ഈ ആരോപമെന്ന് ഒരുപക്ഷെ ഈ കുരുടൻ അടുത്ത് നിന്നവരോടും ജനങ്ങളോടും ചോദിച്ചിട്ടുണ്ടാകാം. അവർ പറഞ്ഞു, യേശുവും ശിഷ്യന്മാരും ഒരു വലിയ പുരുഷാരത്തോടുകൂടി ഇതുവഴി കടന്നു വരികയാണ്. യേശുനാഥൻ സർവശക്തനായ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും തിരിച്ചറിഞ്ഞ ഈ കുരുടനായ വ്യക്തി യേശുവാണ് അതുവഴി വരുന്നു എന്നറിഞ്ഞപ്പോൾ താൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് തൽക്ഷണം നിലവിളിക്കുവാനായി തുടങ്ങി. അപ്പോൾ നസറേനായ യേശു ആ വീഥിയിലൂടെ കടന്നു വരികയാണെന്നറിഞ്ഞപ്പോൾ ഈ കുരുടൻ വിളിക്കുന്ന വിളിയുടെ പ്രത്യേകത, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഈ കുരുടൻ വിളിക്കുവാൻ ഇടയായെങ്കിൽ അതിൻ്റെ പിന്നിൽ യേശു ആരാണെന്നും നസറേനായ യേശുവിൻ്റെ പ്രത്യേകത എന്താകുന്നു എന്നും യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും തൻ്റെ കാതുകളിൽ എത്തി എന്നതിന് സ്പഷ്ടമാണ്. യേശുനാഥൻ ഈ വഴിയിലൂടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഈ കുരുടൻ നിലവിളിക്കുവാനായി തുടങ്ങിയത്. അപ്പോൾ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന കുരുടനായ ഈ മനുഷ്യൻ വിളിക്കണമെങ്കിൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഒരു കാര്യം സത്യമാണ്. യേശു ആരാണ്? യേശുവിൽ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? യേശു ചെയ്ത പ്രവൃത്തികൾ നന്നായി താൻ അറിഞ്ഞു എന്നതിന് സാക്ഷ്യമാണ് തൻ്റെ ഉറക്കെയുള്ള നിലവിളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, താൻ വഴിയരികെ ഭിക്ഷാടനം നടത്തിയിരുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഭിക്ഷാടനം നടത്തിയിരുന്ന വ്യക്തി തൻ്റെ ഉള്ളുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, മുടന്തരെ നടക്കുമാറാക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന ഈ കർത്താവ് അവനെ എന്നെങ്കിലും ഒന്ന് കാണണം, ഈ കർത്താവിനെ എന്നെങ്കിലും എൻ്റെ ആവുലാതി പറയണം എന്നുള്ള ഒരു വിശ്വാസവും ഒരാഗ്രഹമുള്ളൊരു വ്യക്തിത്വമായിരുന്നു എന്ന് തൻ്റെ ആ നിലവിളിയുടെ പിന്നിലുള്ളതായ ആ ശബ്ദം നമ്മെ കേൾപ്പിക്കുകയാണ്. അതുകൊണ്ടാകണം ഇതുവഴി വരുന്നത് നസറേനായ യേശു എന്ന് കേട്ടപ്പോൾ തൽക്ഷണം ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ നിലവിളിച്ചു. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ മനസ്സുള്ളവന് തൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ യേശുവിനോട് കഷ്ടതയുടെ ഘട്ടങ്ങളിലും പ്രവർത്തിക്കുവാൻ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് എന്നുള്ളൊരു വിശ്വാസം തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശുവിനെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കാം. യേശു രക്ഷകനാണ്, യേശു സൗഖ്യമാക്കുന്നവനാണ്, യേശു സൗഖ്യദായകൻ, സമാധാന പ്രഭു എന്ന് നിങ്ങൾ മുൻപ് കേട്ടിരിക്കാം. യേശു ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഈ നിമിഷം ഈ ശബ്ദം കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ, ആവശ്യബോധത്തോടെ നിങ്ങൾ വിളിച്ചാൽ, ആവശ്യബോധത്തോടെ കർത്താവിനോട് കരയുവാനുള്ളൊരു ഹൃദയവും ഒരു കണ്ണുനീരിനുള്ളൊരു കണ്ണും നിങ്ങൾക്കുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ മറികടന്നു പോകുന്നവനല്ല. കർത്താവിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
യേശു കർത്താവിനെ താൻ വിളിക്കുമ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ചിലർ തൻ്റെ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് ഇല്ല, വിളിക്കരുത് എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുകയാണ്. വിളിക്കാൻ പാടില്ല എന്ന ചിന്തയിൽ ഒരുപക്ഷെ യേശുവിന് നിന്റെ കാര്യം ചെയ്തു തരാൻ കഴിയില്ല, അതിനുള്ള സമയമില്ല എന്നുള്ള ചിന്തയിലായിരിക്കണം മുൻ നടന്നവർ അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചത്. എന്നാൽ യേശു ആരെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ്, യേശുവിൻ്റെ ശക്തി എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഈ കുരുടനായ മനുഷ്യൻ ആ വാക്കുകൾക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ യേശുവേ എന്ന് പറഞ്ഞ്, ദാവീദ് പുത്ര എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. മുൻ നടക്കുന്നവർ പലരും മിണ്ടാതിരിക്കുവാനായി പറഞ്ഞു. എന്നാൽ കുരുടൻ തന്നെ തടഞ്ഞവരെ നോക്കിയില്ല. തടയാൻ ശ്രമിച്ചവരുടെ വാക്കുകൾക്ക് താൻ വില കൊടുത്തില്ല. യേശു ആരെന്നുള്ള ഉത്തമ ബോധ്യം തൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടപ്പോൾ, യേശു ആരെന്ന് തൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ, ഈ തടയുന്നവരുടെ ശബ്ദത്തിന് തന്നെ വില കൊടുക്കാതെ ദാവീദ് പുത്രായനോട് മനസ്സലിയണമേ എന്ന് നിലവിളിക്കുന്ന ഒരു കുരുടനായ മനുഷ്യൻ നമുക്ക് കാണുവാനായി ശ്രദ്ധിക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട സത്യമുണ്ട്. യേശുവിനെ വിളിക്കരുത് എന്ന് മറ്റുള്ളവർ ശാസിച്ചിട്ടും അവിടം കൊണ്ട് വിളി നിർത്തിയില്ല. പിന്നെയോ ഏറ്റവും അധികം നിലവിളിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുവാൻ, കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുവാൻ നിങ്ങൾ മനസ്സുണർത്തപ്പെടുമ്പോൾ തളർത്തുന്ന പല ചുറ്റുപാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. തളർത്തിക്കളയുന്ന സാമൂഹികമായ ധാർമ്മികമായ മേഖലകൾ വന്നു എന്ന് വന്നേക്കാം. എന്നാൽ അതിനൊക്കെക്കാൾ, സമൂഹത്തെക്കാൾ, മറ്റേത് മനുഷ്യനേക്കാൾ ഉന്നതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സർവത്തെയും സൃഷ്ടിച്ച സർവത്തിൻ്റെയും നാഥനായ കർത്താവ് അവൻ കരുണാമയനായ ദൈവമാണ് എന്ന് നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ, തടയുന്ന വ്യക്തികളെയല്ല നാം നോക്കേണ്ടത്. നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന, ദൈവത്തോടടുത്ത് വരുമ്പോൾ അരുത് എന്ന് പറയുന്ന കൂട്ടുകാരും മനുഷ്യരും വ്യക്തികളും കുടുംബക്കാരും ഒക്കെ നമ്മൾ എതിർപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അവരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ നിലവിളി നാം നിർത്തിക്കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും വന്ന് ഭവിക്കേണ്ട അത്ഭുതങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടതായ നന്മകൾ നാം തന്നെ മുടക്കുന്നവരായി തീരുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, തടയുന്ന പല ശക്തികളും നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്ന് ഭവിക്കാം. ഒരുപക്ഷെ നമ്മുടെ സ്നേഹിതരായിരിക്കാം, ഒരുപക്ഷെ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നവരായിരിക്കാം. നാം അവരെ ഒന്നുമല്ല പേടിക്കേണ്ടത്, അവരെല്ലാം നാം ശ്രദ്ധിക്കേണ്ടത് യേശുവിനെ ശ്രദ്ധിച്ച് യേശുവിനുള്ള നിലവിളി കുറയാതെ നിവിശ്വാസത്തോടെ വിളിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കും. മൂന്നാമത് വായിക്കാൻ കഴിയുന്നത്, അവർ തടഞ്ഞിട്ടും ആ പ്രതികൂലത്തെ വകവയ്ക്കാതെ നിലവിളിച്ച കുരുടന് വേണ്ടി സർവശക്തനായ യേശു നിന്നു എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ 40-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. പ്രിയരെ, മനുഷ്യർ തടഞ്ഞപ്പോൾ
തൻ്റെ നിലവിളി താൻ നിർത്തിയിരുന്നുവെങ്കിൽ അരുമനാഥനായ കരുണാമയനായ കർത്താവ് ഒരുപക്ഷേ അവിടെ നിന്നു എന്ന് വന്നേക്കില്ല. എന്നാൽ തടസ്സങ്ങൾ ഒന്നും വകവയ്ക്കാതെ താൻ ഇങ്ങനെ പറയുന്നു. ഏറ്റവും അധികം തടസ്സം വന്നപ്പോൾ തന്റെ ശബ്ദം കുറച്ചു എന്നല്ല, ഏറ്റവും അധികം നിലവിളിച്ചു. മുന്നത്തെക്കാളും തന്റെ ശബ്ദം ഉയർത്തി അരുമനാഥനായ യേശുവിനെ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. നമുക്കറിയാം, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ ഭിക്ഷാടനം നടത്തുന്ന വ്യക്തികളൊക്കെ ഒന്ന് കണ്ടാൽ നാം ആരും അവരെ പരിഗണിക്കുന്നവരല്ല. സമൂഹത്തിൽ ആരും വിലമതിക്കാത്ത ഒരു കൂട്ടരാണ് ഭിക്ഷാടനം നടത്തുന്നവരെന്ന് പറഞ്ഞാൽ. അവരെയൊക്കെ പലപ്പോഴും സമൂഹം കണ്ടില്ല എന്ന് വയ്ക്കാം. അവിടെ കണ്ണുനീർ കണ്ടില്ല, അവിടെ നിലവിളി കേട്ടില്ല എന്ന് വയ്ക്കുന്നൊരു സമൂഹത്താണ് അന്നും ഇന്നും ഉള്ള സമൂഹം. എന്നാൽ സമൂഹം നിന്റെ നിലവിളിക്ക് കേൾക്കുന്നവരാകണമെന്നില്ല, സമൂഹം നിന്റെ നിലവിളി കേൾക്കുന്നവരാകണമെന്നില്ല. പക്ഷേ യേശു നിനക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ നീ കർത്താവിൻ്റെ സന്നിധിയിൽ മനുഷ്യർ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് വന്നാലും നിനക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്വർഗീയ നാഥനുണ്ട്. നിന്നെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എന്നാൽ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു നല്ല നാഥനാണ് കരുണാമയനായ യേശു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരുപക്ഷെ നിന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്നെ വല്ലാതെ പല വിഷയങ്ങളിൽ വേട്ടയാടുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നീ ആയിരിക്കുന്നവനാകാം. ഒരുപക്ഷെ നിന്റെ സ്വന്തം ഭവനക്കാർ, ഒരുപക്ഷെ നിന്റെ സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, സ്വന്തം മക്കൾ നിന്നെ യാതൊരു വിധത്തിലും പരിഗണിക്കാത്തവരായിരിക്കാം. ആര് നിന്നെ പരിഗണിച്ചില്ലെങ്കിലും യേശുവിൽ വിശ്വസിക്കുവാൻ നിനക്കൊരു ഹൃദയമുണ്ടെങ്കിൽ, ആ യേശുവിനോട് നിലവിളിക്കുവാൻ ഒരു മനസ്സൊരുക്കമുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ പറയട്ടെ, ആരും മറന്നാലും മറക്കാത്ത നല്ല നാഥനായ ക്രിസ്തു ഇന്ന് നിന്റെ അടുക്കൽ നിൽക്കുകയാണ്. യേശുവെ എന്ന ഹൃദയത്തിൽ നിന്ന് വിളിക്കുവാൻ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ, പ്രിയ സഹോദരങ്ങൾ, ഇതിൻ്റെ വിഷയം എത്ര ആഴമുള്ളതായാലും, ഒരു വിഷയം പലരും നിന്നെ നോക്കി കളിയാക്കുന്നവരായിരിക്കാം, നിന്ദിക്കുന്നവരായിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവത്തോടുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് കരയുവാനും നിനക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വിലയേറിയ നന്മകൾ നിന്റെ ജീവിതത്തിൽ അന്യങ്ങൾ കൊണ്ടുവരുവാൻ അതിന് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആ കുരുടൻ ചെയ്ത പോലെ ആരെയും കൂസലാക്കാതെ, സമൂഹത്തെ നോക്കാതെ, മറ്റു പലരെയും നോക്കാതെ, യേശുനാഥനെ മാത്രം നോക്കി വിശ്വസിച്ച് നിലവിളിക്കുവാൻ, യേശുവിനെ അനുഗമിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരത്ഭുതം ചെയ്യുവാൻ ഈ യേശു ശക്തനായ ദൈവമാണ്. സമൂഹത്തെ പേടിച്ച്, ഭവനക്കാരെ പേടിച്ച്, മറ്റു പലതും ചിന്തിച്ച് യേശുനാഥൻ്റെ അടുക്കൽ വരുവാൻ പറ്റാതെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതാണ്. നീ മാറി നിന്നാൽ നിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. നിനക്ക് വേണ്ടിയുള്ള അത്ഭുതം നിൽ വെളിപ്പെടണമെങ്കിൽ മനുഷ്യരെ നോക്കാതെ യേശുവിൻ്റെ അടുക്കൽ വരുവാൻ നീ തയ്യാറായാൽ, കർത്താവ് വചനം പഠിപ്പിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. എന്താണ് അവനോട് പറ്റുക എന്ന് പറഞ്ഞാൽ, കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ നാമത്തെ അറിയുക.
യേശു ആരെന്നറിഞ്ഞ്, യേശു അത്ഭുതങ്ങളുടെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വചനം പറയുന്നു, കർത്താവ് വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. ഒരുപക്ഷെ നിങ്ങൾ സമാധാനമില്ലാത്തവരായി മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് വിഷയങ്ങൾ ജീവിതത്തിൽ അടിമപ്പെട്ടവരായി ഇന്നും നിങ്ങൾ നെടുവീർപ്പിൽ കഴിയുന്നവരാണെങ്കിൽ യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിക്കുവാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, കരുണ കാണിക്കണമേ എന്ന് പറയുവാനൊരു മനസ്സുണ്ടെങ്കിൽ ആ കർത്താവ് നിൽക്കുക മാത്രമല്ല. അടുത്ത് വായിക്കുന്നു, കുരുടന്റെ നിലവിളി കേട്ട് നിന്ന് ആ യേശു കർത്താവ് കൽപ്പിക്കുന്നു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. യേശു ആരാണോ ഒരു പക്ഷേ തടഞ്ഞത് അവരോടായിരിക്കാം യേശു പറഞ്ഞത് ആ കുരുടനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ. ഒരു കൂട്ടർ ആ കുരുടന്റെ നിലവിളി തടഞ്ഞപ്പോൾ യേശു പറയുന്നു, യേശു കൽപ്പിക്കുന്നു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. യേശുവിൻ്റെ കൽപ്പന അവിടെ നിരസിക്കുവാൻ കഴിയുന്നില്ല. ഞാനൊരു കാര്യം പറയാം, ഒരു പക്ഷേ നിന്നെ എതിർത്തവരെ കൊണ്ട് തന്നെ നിന്നെ നിനക്ക് അനുകൂലമായി പ്രവർത്തിപ്പാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിന്നെ എതിർത്ത, നിനക്കെതിരായി നിന്ന വ്യക്തികളെ കൊണ്ട് തന്നെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യിക്കുവാൻ എന്നും കഴിയും. മനുഷ്യൻ നിനക്ക് പ്രതികൂലമായി വിധി എഴുതുമ്പോഴും ദൈവം നിനക്ക് അനുകൂലമായി വിധി എഴുതുവാൻ കഴിവുള്ള, കൽപ്പന പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ജീവൻ്റെ നാഥനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, നിങ്ങൾക്കെതിരായ ചുറ്റുപാടുകൾ, നിങ്ങൾക്കെതിരായി പലതും എതിരായി വിധി എഴുതപ്പെട്ടവരായിരിക്കാം. ഇനിയൊരു ഭാവിയില്ല, ഇനി ഈ രോഗത്തിന് എനിക്ക് സൗഖ്യമുണ്ടാകില്ല, ഇനി മരണം മാത്രമാണ് എൻ്റെ മുമ്പിലുണ്ട് എന്ന് വിധിക്കപ്പെട്ടവരാണെങ്കിൽ ഇന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവിന്റെ ഹൃദയത്തെ ഉണർത്തുന്നു. യേശുവേ ദാവീദ് പുത്ര എന്ന വിശ്വാസത്തോടെ വിളിക്കുവാൻ തയ്യാറായാൽ യേശുവിൻ്റെ ശബ്ദം നിന്റെ കാതുകൾ കേൾക്കുവാൻ പോകുകയാണ്. യേശു നിന്നിട്ട് ചോദിക്കുന്നു, ആ കുരുടനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? നിന്റെ വിഷമഘട്ടങ്ങളിലും പ്രതികൂല സന്ദർഭങ്ങളിലും യേശു നിന്റെ അടുക്കൽ വന്ന് ചോദിക്കും, മകനെ മകളെ, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? കുരുടൻ പറയുന്നു, എനിക്ക് കാഴ്ച വേണം. നീ പോയിക്കൊള്ളുക. അവിടെയാണ് കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്തായിരുന്നു ഈ കുരുടന്റെ വിശ്വാസം? യേശു ആരാണെന്ന് കേട്ടിരുന്ന ഈ കുരുടനായ മനുഷ്യൻ യേശുവും പുരുഷാരം അതുവഴി വരികയാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് കേട്ട മാത്രയിൽ യേശുവേ ദാവീദ് പുത്ര എന്ന് നിലവിളിച്ചു. 2, തൻ്റെ നിലവിളിക്ക് തടസ്സമായി പലർ നിന്നെങ്കിലും ആ തടസ്സങ്ങൾ നോക്കാതെ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പിന്നെയും നിലവിളിക്കുവാനിടയായി തീർന്നു. 3-ാമത് യേശു ചോദിക്കുന്നു, എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? തൻ്റെ മറുപടി, എനിക്ക് കാഴ്ച ലഭിക്കണം. അവിടെ വായിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് യേശു ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. തനിക്ക് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. എന്തിനാണ് യേശുവിനെ വിളിക്കുന്നത്? എന്തിനാണ് യേശു കർത്താവിനോട് താൻ കരഞ്ഞത്? എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ വന്നിട്ടും ഏറ്റവും അധികം നിലവിളിച്ചത്? തനിക്കറിയാം, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു കരുണാമയനായ ദൈവമാണ്. ഇന്നെന്നെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന പ്രിയമാന്യ സ്നേഹിതരെ, സഹോദരങ്ങളെ, നിന്റെ വിഷയം എത്ര വലുതായാലും യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്? നിനക്ക് പറയാൻ യേശുവിൻ്റെ പാദപീഠത്തിൽ നിന്റെ വിഷയങ്ങളെ വിശ്വാസത്തോടെ സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അവർ നോക്കി കർത്താവ് പറയും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിഷയങ്ങളുടെ നടുവിൽ പലപ്പോഴും തളർന്നു പോയവരായി, മറ്റുള്ളവരുടെ മുമ്പിൽ, വാക്കുകളുടെ മുമ്പിൽ, സാഹചര്യങ്ങളുടെ മുമ്പിൽ തളർന്നു പോയ ചിലർ ഇന്ന് രാത്രിയിൽ ഈ നിമിഷം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കേട്ടതുപോലെ ആ കുരുടനായ വ്യക്തിയെ പോലെ
തടസ്സങ്ങളുടെ നടുവിൽ തടസ്സങ്ങളെ നോക്കാതെ, പ്രതികൂലങ്ങളെ നോക്കാതെ, പ്രതിസന്ധികളെ നോക്കാതെ യേശുവിൽ വിശ്വസിച്ച് വിളിക്കുവാൻ മനസ്സുള്ളവരായിട്ട് കേൾക്കുന്നവരായി പ്രിയ സഹോദരങ്ങളോട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി അവർക്ക് വേണ്ട വിടുതൽ ദൈവം ഒരുക്കണമേ എന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, അതേ ഇവിടെ ഈ കുരുടൻ വിശ്വസിച്ചു, ദൈവശക്തി കാഴ്ചയായി പരിണമിച്ചതുപോലെ ഇന്ന് കഷ്ടതയുടെ നടുവിൽ ഏത് വിഷയത്തിൽ ആയിരിക്കുന്നുവോ നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വിഷയത്തിൽ അത്ഭുതം നടക്കുവാൻ നാഥ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നിങ്ങളുടെ ഏത് വിഷയങ്ങളും പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ വഹിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് യുണൈറ്റഡ് ഗോസ്പൽ മിനിസ്ട്രീസ് ഇന്ത്യ. അതിന് കീഴിൽ യുണൈറ്റഡ് ഗോസ്പൽ ചർച്ച് എന്ന പേരിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുമായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യുണൈറ്റഡ് ഗോസ്പൽ ചർച്ച് കണ്ടല എന്ന ദേശത്ത് നടക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിതരായ ദൈവദാസന്മാർ നിങ്ങൾക്കായി ശുശ്രൂഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ല എങ്കിൽ കടന്നു വരൂ, ദൈവം നിങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കും. ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, കടന്നു വരൂ, വിശ്വാസത്തോടെ കടന്നു വരൂ. കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. ഗാഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.